ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തി. വീട്ടിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്നാണ് തീ അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പണം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാൻ സുപ്രീംകോടതി കൊളീജിയം ശുപാർശ ചെയ്തു. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, മറ്റെന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായി? ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നുമാണ് ഈ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തീ പടർന്നിരുന്നു. അവിടെ അഗ്നിരക്ഷാസേനയും പോലീസും അവിടെ എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ കണക്കിൽപ്പെടാത്ത പണം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് ഇവർ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും അതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ED അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വിഷയം, അതായത് ജഡ്ജിയുടെ വസതിയിൽ നിന്നും അനധികൃതമായി പണം കണ്ടെത്തിയ വിഷയം, അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. ഈ സുപ്രീം കോടതി കൊളീജിയം ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ രാജി അല്ലെങ്കിൽ മറ്റു കടുത്ത നടപടികളിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായതിനെ തുടർന്നാണ് ഈ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പണം കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എത്ര പണം കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും. അതെ.